പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച പെരുമ്പാവൂർ മേതല കല്ലിൽ ഗുഹാക്ഷേത്രത്തിലെ ഉത്സവ നടത്തിപ്പിൽ വൻ ക്രമക്കേട്. 2024 തൃക്കാർത്തിക മഹോത്സവവുമായി ബന്ധപ്പെട്ട കണക്കുകളിലാണ് ഗുരുതരമായ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത്. CPM പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ഉത്സവാഘോഷ കമ്മിറ്റിയാണ് വൻ ക്രമക്കേട് നടത്തിയത്. സംഭവത്തിൽ വില്ലേജ് ഓഫീസർ RDOയ്ക്ക് റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുകയാണ്. മിഥുൻ, ഈ CPM നിയന്ത്രിത ക്ഷേത്ര ഭരണമൊക്കെയും വിവാദങ്ങളിലാണല്ലോ. വിവാദങ്ങൾ എന്നല്ല, അഴിമതിയുടെ കേന്ദ്രമായി ക്ഷേത്രങ്ങളെ മാറ്റുകയാണിവർ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വിശ്വാസമില്ലായ്മയുടെ പ്രശ്നമാണ്. വിശ്വാസമില്ലാതെ ഭരിക്കാൻ ഇറങ്ങി പുറപ്പെടുക, അവിടെ ഭരിച്ചു മുടിക്കുക, അടിച്ചു മാറ്റുക. ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങൾ കണ്ടതാണ്. യെസ്. അപ്പോൾ എന്താണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായ ക്രമക്കേട്? വലിയ രീതിയിലുള്ളൊരു ആഹ്വാനമുണ്ടായിരുന്നു. പ്രാദേശിക തലത്തിൽ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറണം, അവരുടെ ഭരണസമിതി ഉത്സവാഘോഷ കമ്മിറ്റിയിലേക്കെല്ലാം CPMന്റെ പ്രാദേശിക നേതാക്കൾ കടന്നു കയറണമെന്നും അവിടുത്തെ ഭരണം പിടിക്കണമെന്നും അങ്ങനെ ഭക്തജനങ്ങൾക്കിടയിലേക്ക് സ്വാധീനം ഉണ്ടാക്കണമെന്നുമുള്ള വലിയ രീതിയിലുള്ള ആഹ്വാനം CPM നേതൃത്വത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അതനുസരിച്ച് വണ്ണമാണ് മേത്തലയിലെ, അതായത് പെരുമ്പാവൂർ മേത്തലയിലെ കല്ലിൽ ഗുഹാക്ഷേത്രത്തിലെ ഭരണസമിതിയിലേക്കും അതുപോലെ തന്നെ അവിടുത്തെ ഉത്സവാഘോഷ കമ്മിറ്റിയിലേക്കും CPM ഈ അടുത്തിടെയാണ് എത്തിയത്. കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ഭക്തജനക്ഷേമമോ അല്ലെങ്കിൽ ക്ഷേത്ര ഭരണമോ അല്ലെങ്കിൽ ഭക്തിയോ ഒന്നും ആയിരുന്നില്ല. തീർച്ചയായും ക്ഷേത്രത്തിലെ സ്വത്ത് കണ്ണുവെച്ചുകൊണ്ട് അവിടെ അഴിമതി നടത്താൻ തന്നെയായിരുന്നു അവർ ശ്രമിച്ചിരുന്നത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2024 തൃക്കാർത്തിക മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള ഒരു അഴിമതിയും അതുപോലെ തന്നെ ക്രമക്കേടുമെല്ലാം നടന്നിരുന്നത്. ഏതാണ്ട് 4470ഓളം രൂപ നീക്കിയിരിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് 2024 ഒരു ചെലവുകൾ കണക്കാക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അതായത് 29,29,904 രൂപ വരവും 29,20,447 രൂപ ചെലവും കിഴിച്ച് 4,457 രൂപ ബാക്കിയുണ്ട് എന്നുള്ളതായിരുന്നു 9 മാസത്തിന് ശേഷം പൊതുയോഗത്തിൽ അവതരിപ്പിച്ച കണക്കിലുണ്ടായിരുന്നത്. ഇത് അന്ന് തന്നെ നാട്ടുകാരിൽ സംശയം ഉണർത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി വിവരാവകാശം സമർപ്പിക്കുകയും ചില രേഖകൾ കണ്ടെത്തുകയും ചെയ്തു. ഇതിലാണ് വലിയ രീതിയിലുള്ള ക്രമക്കേടിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത്. പ്രധാനമായും ഈ രസീതുകൾ അന്നത്തെ ഉത്സവ സമയത്ത് പുറത്തിറക്കിയ വഴിപാട് രസീതുകളുടെ ബാക്കിയുള്ള രസീതുകളും അതുപോലെ തന്നെ അതിൻ്റെ കുറ്റിയുമെല്ലാം തിരിച്ചേൽപ്പിക്കാതെയായിരുന്നു ഈ കണക്ക് നടത്തിയത്. അന്നത്തെ റിസീവറോ അല്ലെങ്കിൽ ക്ഷേത്രഭരണ സമിതിയോ ഉത്സവാഘോഷ കമ്മിറ്റിയോ സാക്ഷ്യപ്പെടുത്താതെ ഒപ്പുവയ്ക്കാത്ത കണക്കായിരുന്നു അവർ അവതരിപ്പിച്ചത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏതാണ്ട് 2 ലക്ഷം രൂപ ദേവസ്വത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മുൻകൂറായി ഉത്സവ നടത്തിപ്പിന് വേണ്ടി വാങ്ങിയിരുന്നു. പക്ഷേ അത് തിരിച്ചടച്ചതായി കണക്കിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ബാങ്ക് രേഖകളിൽ ഇത് തിരിച്ചടച്ചതായിട്ട് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ സെക്യൂരിറ്റി എന്നുള്ള നിലയ്ക്ക് 10,000 രൂപ എഴുതിയിട്ടുണ്ട്. അതായത് പോലീസിൻ്റെ സെക്യൂരിറ്റി ഉള്ള സമയത്താണ് വേറൊരു അധികമായി ഒരു 10,000 രൂപ ചെലവാക്കിയതായിട്ട് കണക്കിൽ പറയുന്നത്. പിന്നെ മറ്റൊന്ന്, അതുപോലെ തന്നെ ചില സാധനങ്ങൾ വാങ്ങിയത്, അതായത് അന്നദാനത്തിന് പ്രസാദകൂട്ടിനായി സാധനങ്ങൾ വാങ്ങിയതും അതുപോലത്തെ അത്തരത്തിലുള്ള ക്രമക്കേടുകളിൽ വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വില്ലേജ് ഓഫീസർ കൂടിയായിട്ടുള്ള റിസീവർ കൂടിയായിട്ടുള്ള വില്ലേജ് ഓഫീസർ RDOയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. RDOയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നതിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഏജൻസി ഈ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ 2024 തൃക്കാർത്തിക മഹോത്സവത്തിൽ ഇത്ര വലിയ അഴിമതി നടത്തിയ ഈ ഉത്സവാഘോഷ കമ്മിറ്റിയിലെ അംഗങ്ങൾ തുടർന്നുള്ള കമ്മിറ്റികളിലും അതുപോലെ തന്നെ ഉത്സവാഘോഷ കമ്മിറ്റികളിലും വരാതെ നോക്കണമെന്നുള്ള ഒരു നിർദ്ദേശം RDOയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഇപ്പോഴും ഈ RDOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷവും കളക്ടർ അടക്കമുള്ളവർക്ക് റിപ്പോർട്ട് കൈവശം വെച്ചതിന് ശേഷവും അവർ തന്നെയാണ് ഇപ്പോൾ ഭരണസമിതിയിലും മറ്റുമുള്ളത് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടിൽ മേൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്ന് നാട്ടുകാർ വലിയ രീതിയിലുള്ള ക്ഷുഭിതരാണ്. ആ ഒരു കാര്യത്തിൽ ഏതായാലും ഈ വിഷയത്തിൽ ഈ വില്ലേജ് ഓഫീസർ പറയുന്നത് പോലുള്ള ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാവണമെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വലിയ രീതിയിലുള്ള അഴിമതിയാണ് 2024 തൃക്കാർത്തിക മഹോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ മേത്തിൽ കല്ലിൽ ഗുഹാക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത്. ഒരു പരമ്പരാഗത ക്ഷേത്രമാണ്. പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽപ്പെടുന്ന അതിൽ സംരക്ഷിതമായി കാണേണ്ട ഒരു ക്ഷേത്രമാണ്. അവിടെ വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ടായി
ഉണ്ടായിരിക്കുന്നു, ലക്ഷങ്ങളുടെ തട്ടിപ്പ് അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് CPM നേതൃത്വം നൽകുന്ന CPM പ്രാദേശിക നേതാക്കൾ നേതൃത്വം നൽകുന്ന ഉത്സവാഘോഷ കമ്മിറ്റിയാണ് ഇങ്ങനെ ഭക്തജനങ്ങളെയും എല്ലാം ക്ഷേത്ര ചൈതന്യത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഭക്തജനങ്ങളെയെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് വൻ തട്ടിപ്പ് ഈ ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്നത്.